പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് നോക്കിയ ആദ്യ ശനിയാഴ്ച നമ്മളുടെ ഡൊമിനിക് വാളംനാലച്ചൻ്റെ ശുശ്രൂഷ ദിനമാണെന്ന് അറിയാലോ. നമ്മൾ പ്രിയ സഹോദരങ്ങൾ, ദൈവരാജ്യ ശുശ്രൂഷ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. നമുക്ക് ശരിക്കും ഓട്ടായിലച്ചൻ, ഡൊമിനിക് അച്ഛൻ, ഡാനിയലച്ചൻ, മാത്യു അച്ഛൻ, പിന്നെ നമ്മളുടെ ശരിക്കും വൈദികരുടെ ഒരു കൂട്ടായ്മ, പിന്നെ നമ്മുടെ ബ്രദേഴ്സ് അല്ലേ, നമ്മുടെ സന്തോഷ് കരിമത്ര ബ്രദർ, അതുപോലെ തന്നെ സാബു ആർദൂട്ടിയിൽ, പിന്നെ കുറേ ബ്രദേഴ്സ്, പിന്നെ കുറേ സിസ്റ്റേഴ്സ്. ശരിക്കും നമ്മളൊരു കൂട്ടായ്മയിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് പ്രിയ സഹോദരങ്ങൾ അതൊക്കെ അഭിഷേകവും അനുഗ്രഹവുമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെയൊക്കെ പ്രത്യേകിച്ച് ഇന്ന് ഡൊമിനിക് അച്ഛൻ്റെ ആദ്യ ശനിയാഴ്ച ഡൊമിനിക് അച്ഛൻ്റെ അവിടുത്തെ ശുശ്രൂഷയുടെ സമയമാണ്. ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് പോയതാണ്. ഇനി എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് അവിടെയൊക്കെ പോയി ഒന്ന് സന്ദർശിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ നല്ലതാണ്. ഹല്ലേലൂയ. കുറേ പ്രാർത്ഥനകൾ ഉയരുന്ന സ്ഥലങ്ങളല്ലേ അതൊക്കെ. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെ നമ്മൾ പോകുന്നത് വളരെ നന്നായിരിക്കും. അത് ഹല്ലേലൂയ. ഇനി ഈ ആദ്യ ശനിയാഴ്ച ദിനത്തിൽ നമുക്ക് സ്വർഗം നൽകുന്ന വചനം. പിന്നെ നോക്കി വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോന്ന് പറയുമ്പോഴാണ് ശരിക്കും ഇതൊരു വീഡിയോ പറയുന്ന പോലെയല്ല, നമ്മൾ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇതൊക്കെ പലരും അയക്കുന്ന കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് കേട്ടോ. അതായത് ശരിക്ക് പ്രഭാതത്തിൽ കാണുന്നു, എന്നോട് പറയുകയാണെ അച്ഛാ ഞാൻ പ്രഭാതത്തിൽ കാണുന്നു, പിന്നെ ഒരു 10 പേർക്ക് 15 പേർക്കൊക്കെ ഞങ്ങൾ അയക്കുന്നു. ഒരു കുട്ടി എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ബാച്ചിൽ ആർമി ഓഫ് ജീസസിൽ പറഞ്ഞു, ആ കുട്ടി പറയാണ് എനിക്ക് ഇപ്പോൾ 15 വയസ്സാണ്, അപ്പോൾ ഞാൻ 15 പേർക്ക് അയക്കും. അടുത്ത വർഷം എനിക്ക് 16 വയസ്സാവും, അപ്പോൾ ഞാൻ 16 പേർക്ക് അയക്കുന്നു. അതിന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് സഹോദരങ്ങൾ. പക്ഷേ അതൊക്കെ വലിയ തമ്പുരാൻ്റെ സന്നിധിയിൽ വലിയ അതിനൊക്കെ റിവാർഡ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. പിന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ പരിപാടികളൊക്കെ പറഞ്ഞ ദിവസങ്ങളിലൊന്നും അവർ വന്നില്ല, പണിക്കാരല്ലേ. അപ്പോൾ അവർ പിന്നെ എല്ലാം അതിനേക്കാളൊക്കെ വലിയൊരു കർത്താവ് അത് ക്രമീകരിക്കും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോളോ, അവർ ആരംഭിക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വിലാപം 3:25 ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം. വചനം പറയുകയാണ് അവിടെ, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. നോക്കൂ സഹോദരങ്ങളെ, തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. അപ്പോൾ കർത്താവിനെ കാത്തിരിക്കാനായിട്ട് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്, അവിടുത്തെ തേടാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള അവസരങ്ങളാണ് സഹോദരങ്ങളെ. ശരിക്കും നമുക്ക് ഈ ശുശ്രൂഷ കേന്ദ്രങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കർത്താവിനെ കാത്തിരിക്കാൻ, കർത്താവിനെ തേടാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ. ശരിക്കും അതിനായിട്ട് എന്തോരം വൈദികരെയൊക്കെ കർത്താവ്, ഞാനിപ്പോഴും ഓർക്കുകയാണ്, നമ്മളുടെ ജോർജ് പനക്കലച്ചൻ, അതുപോലെ തന്നെ മാത്യു നായ്ക്കമ്പറമ്പിലച്ചൻ, അവർക്ക് ആരംഭത്തിൽ ഈ നവീകരണ ശുശ്രൂഷയിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് സംശയദൃഷ്ടിയോടെയാണ് അവരെ നോക്കിയിരുന്നത്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നാളെ ഇതിൻ്റെയൊക്കെ ഫലം ഉണ്ടായിരിക്കും. ഇന്ന് കാണുന്ന നവീകരണ ശുശ്രൂഷകളൊക്കെ അച്ഛന്മാർ അതിന് മുന്നണി പോരാളികൾ എടുത്തിട്ടുള്ള ത്യാഗം എന്ന് പറയുന്നത് നിസ്സാരമല്ല സഹോദരങ്ങളെ. അപ്പോൾ ഇന്ന് നമുക്ക് ശരിക്കും നമ്മളുടെ ഈ സമീപ ദേശങ്ങളിലൊക്കെ ഇതിപ്പോൾ എല്ലാവരും ഈ സെൻറ്റ് മേരീസിലേക്ക് വരണമെന്നല്ല അച്ഛൻ പറയണത് കേട്ടോ. നിങ്ങളുടെ അടുത്ത കാലത്ത് വൈദികരും സിസ്റ്റേഴ്സൊക്കെ നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലണം. അച്ഛനറിയാം ശരിക്കും നല്ല ശുശ്രൂഷകരുടെയൊക്കെ അഭാവം എത്രമാത്രം ഉണ്ടെന്ന് അച്ഛനറിയാം. ഒരു സെൻറ്റർ നടത്തി കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ ആദ്യം എനിക്ക് സെൻറ്ററിൻ്റെ ഈ ധ്യാനിപ്പിക്കലും ഇതൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഒരു സെൻറ്റർ നടത്തിക്കൊണ്ടു പോകുമ്പോഴാണ് നമുക്കതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും രണ്ടറ്റം മുട്ടിക്കാനായിട്ട് പെടണതൊക്കെ ഞാനപ്പോൾ ഈ അച്ഛന്മാരെയൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം അപ്പോൾ ഇതുപോലെ അഭിഷിക്തരെയൊക്കെ ശരിക്കും ഇത്രയും ബുദ്ധിമുട്ടെടുത്തിട്ട് പറയുമ്പോൾ ഒരു ഇടവക അല്ലെങ്കിൽ സന്യാസ സഭ ഒരു ഭവനത്തിലൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളാണ് ഓരോ സെൻറ്റർ നടത്തിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ. അത് എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? ദൈവജനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവജനം ഇങ്ങനെയുള്ള ശുശ്രൂഷകളോട് ശരിക്കും ഒരു തുറവിയോട് കൂടിയിട്ട്, അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലണം. അവിടെ വൈദികരാണെങ്കിൽ അവരോട് ചേർന്ന് പ്രവർത്തിക്കണം, സിസ്റ്റേഴ്സ് ആണെങ്കിൽ അവരോട് ചേർന്ന് പ്രവർത്തിക്കണം. ആർക്ക് വേണ്ടിയിട്ട്? അവർക്ക് മക്കളൊന്നുമില്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ജീവിതം അവർ വ്യയം ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ സെൻറ്ററുകളുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് പറയണം, അച്ഛാ അച്ഛൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ അച്ഛാ, ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അച്ഛാ, ശാരീരികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കായികമായിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തോളൂ കേട്ടോ അച്ഛാ, ഞങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങൾ ഒരുക്കാണ് കേട്ടോ അച്ഛാ എന്ന് പറഞ്ഞ് നമ്മൾ ഓഫർ ചെയ്യണം. അച്ഛാ ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് പരമാവധി ഞങ്ങളാൽ കഴിയുന്നതിന് മാക്സിമം ഞങ്ങൾ ചെയ്യാമെന്നുള്ളൊരു ഓഫറൊക്കെ ശരിക്കും നിങ്ങളുടെ അടുത്തുള്ള ധ്യാന കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന സെൻറ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടത് പറയണം. കാരണം നവീകരണ ശുശ്രൂഷ രംഗം ഈ കാലഘട്ടത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ സഹോദരങ്ങളെ കുടുംബം ഉണ്ടാവില്ല. അതായത് ഡിറക്റ്റ് വാഞ്ചലൈസേഷനെ നമ്മൾ ഇനി
ശക്തമായ വിധത്തിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സഹോദരങ്ങളെ കുടുംബം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. കാരണം പിള്ളേരൊക്കെ ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അതിനേക്കാളും വലിയൊരു സംഭവമാണ് അപ്പുറത്ത് ഡിപ്രഷൻ. അപ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്ക് ഈ നവീകരണ ശുശ്രൂഷയിലൂടെ അതിശക്തമായ വിധത്തിൽ കർത്താവ് ആ ഒരു ബോധ്യത്തെ ചലിപ്പിക്കും. അപ്പോൾ നമ്മളുടെ അടുത്ത പ്രദേശത്തുള്ള ശുശ്രൂഷ ആലയങ്ങളെ നമ്മൾ മാറിയിരുന്ന് കുറ്റം പറയല്ല വേണ്ടത്. അവരോട് ചേർന്ന് നിന്ന്, അച്ഛന്മാരായിരിക്കാം, സിസ്റ്റേഴ്സ് ആയിരിക്കാം, അവരോടൊക്കെ ചേർന്ന് നിന്ന് അവരോട് പ്രവർത്തിക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെ അച്ഛന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ? ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.